മഹി സാറിന്റെ കാറിലെ 4 ടയറുകളും പഞ്ചറാക്കണം. എന്താ പറ്റുമോ? ഈ കുപ്പിക്ക് വേണ്ടി സാറിന്റെ കാറ്റ് പോലും വേണമെങ്കിൽ നമ്മൾ തീർത്ത് കളയും. സാറിന്റെ കാറ്റൊന്നും കളയണ്ട, 4 ടയറുകളും പഞ്ചറാക്കിയാ മതി. അളിയാ, ഇന്ന് വൈകിട്ടത്തെ കാര്യം എങ്ങനെയാ? ലാവിഷായിട്ട് ടൈമുണ്ട്, പക്ഷെ മണിയില്ല മച്ചു. വൈകിട്ട് എന്താ പരിപാടി? വീട്ടിൽ നിന്ന് യൂണിഫോമിനാന്ന് പറഞ്ഞ് വാങ്ങിച്ച പൈസ ഇല്ലേ? പക്ഷെ ഇന്നലെ എല്ലാം കൊണ്ടുപോയി ചമ്മാളിച്ചു. ബ്രോ, ഒരുത്തന്റെ ഇങ്ങനെ ഓസിന് വാങ്ങിച്ചടിക്കുമ്പോ തനിക്ക് ലജ്ജ തോന്നാറില്ലേ? ഇല്ല, ആ സാധനം എനിക്ക് ലേശമില്ല. ഒരു രസീത് കുറ്റി കിട്ടിയിരുന്നെങ്കിൽ നാടകത്തിന്റെ പേരും പറഞ്ഞ് ഫ്രഷേഴ്സിന്റെ പൈസ പിരിക്കായിരുന്നു. എങ്കിൽ ഫ്രഷേഴ്സിനെ പിടിയടാ. രസീതൊന്നും വേണ്ട, അവരുടെ കയ്യിൽ നിന്നും വരട്ടെ, നമുക്ക് കാശ് വാങ്ങാം. എന്നിട്ട് പോയി 2 അടിച്ചിട്ട് ഇവിടെ വന്നിരിക്കാം. ഒരുവിധം എല്ലാ ഫ്രഷേഴ്സിനെയും നമ്മൾ പിഴിഞ്ഞു. ഇനി ആരെ പിഴിയും? തൽക്കാലം ആരെയും പിഴിയണ്ട. അതിങ്ങത്താ തരണമെങ്കിൽ ചെറിയൊരു ജോലിയുണ്ട്. ദക്ഷ പറഞ്ഞ എന്തും ചെയ്യും. മഹി സാറിന്റെ കാറിലെ 4 ടയറുകളും പഞ്ചറാക്കണം. എന്താ പറ്റുമോ? ഈ കുപ്പിക്ക് വേണ്ടി സാറിന്റെ കാറ്റ് പോലും വേണമെങ്കിൽ നമ്മൾ തീർത്ത് കളയും. സാറിന്റെ കാറ്റൊന്നും കളയണ്ട, 4 ടയറുകളും പഞ്ചറാക്കിയാ മതി. ഒരു കാരണവശാലും പെട്ടെന്ന് കാർ ഓടിക്കാൻ പറ്റരുത്. അത് ഞങ്ങളേറ്റു. എടാ, സാറിന്റെ വണ്ടി അറിയാലോ അല്ലേ? അതിന്റെ ടയർ പഞ്ചറാക്കിയതിന് ശേഷം മതി ഇത് വലിച്ചു കയറ്റുന്നത്. അതത്രേ ഉള്ളൂ, എല്ലാ സെറ്റ്. ജൂലി, എന്താ പറ്റിയത്? വേഗം വരൂ, നമ്മുടെ മോള്, അവൾക്ക് എന്താ പറ്റിയിട്ടുണ്ട്? ഇത് നാടകത്തിലെ ഒരു രംഗമാണെങ്കിലും ഇത് സത്യമാകാൻ പോകുന്ന ഒരു സംഭവം. ശത്രുവിന്റെ മരണം നേരിൽ കാണുന്ന ഒരു സുഖം, വല്ലാത്തൊരു സുഖം തന്നെ അത്. ഇപ്പോഴാണ് നാടകത്തിനൊരു ജീവൻ വന്നത്. നാടകത്തിൽ നിന്നും കല്യാണിയുടെ യാത്ര നേരെ നരകത്തിലേക്കായിരിക്കും. കണ്ണു തുറക്ക് മോളെ, കണ്ണു തുറക്ക്. ചങ്ങാതി, എന്തുപറ്റി? ഞാനൊരു കാര്യം പറഞ്ഞ അതിന്റെ പേരിൽ നീ തളർന്നു പോരുത്. എന്തും സഹിക്കാൻ എന്റെ ചങ്ങാതിക്ക് പറ്റണം. നീ വലിച്ചു നിട്ടാതെ കാര്യം എന്താണെന്ന് പറ. നമ്മുടെ ജൂലിയറ്റ്, അവൾ മരണപ്പെട്ടു. കള്ളം പറയുന്നോടാ. എന്റെ ജൂലിയറ്റ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൾ എന്നെ വിട്ടു പോകില്ല. അവൾ മരണപ്പെട്ടത് സത്യമാണ്. ഞാൻ പള്ളിയിലെ ശ്മശാനത്തിൽ അവളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അവൾ നമ്മളെ വിട്ടുപോയി. റോമിയോ, റോമിയോ,
ജൂലി, ഇങ്ങനെ നിന്റെ ജീവിതം അവസാനിപ്പിക്കാനാണോ നമ്മൾ ഒന്നിച്ചത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് നിന്റെ ജീവിതം നരകമാക്കാൻ വേണ്ടിയാണോ? എന്നോടൊരു വാക്ക് പറയാതെ എന്തിനെന്നെ വിട്ടുപോയി? 100 ജന്മം തീണ്ടു നിൽക്കേണ്ട ബന്ധമാണെന്ന് കരുതിയ നമുക്ക് 2 ദിവസം പോലും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഒടുങ്ങാൻ വേണ്ടിയാണോ നമ്മൾ കണ്ടുമുട്ടിയത്? ഇങ്ങനെ ഒരു അപകടത്തിൽ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണോ നമ്മൾ വിവാഹിതരായത്? ജൂലി, 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 നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാനുമില്ല ജൂലി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ജൂലി. ജൂലി, ജൂലിറ്റില്ലാതെ ഈ റൂമില്ല. നിന്നോടൊപ്പം ഞാനും മരണത്തിൻ്റെതായ ലോകത്തേക്ക് വരിക. നിന്റെ ആത്മാവിനെ തേടി ഞാനൊരു ആത്മാവായി നിന്റെ കൂടെ വരുന്നു. ശരീരങ്ങൾ കൊണ്ട് നമ്മൾ ഒന്നായില്ലെങ്കിലും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും നമുക്കൊന്നാകാൻ ജൂലി. ജൂലി,